ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കൂടി എല്ലാവരെയും കാണുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നും ഒരല്പമായി ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ ജീവിതം വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ വീണ്ടും ജനനത്തിൽ കൂടിയാണ് ആരംഭമാകുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത അങ്ങനെ ഒരു പുതിയതായി ഒരു ജനനം കുറിച്ച് വേദപുസ്തകം പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതിയതായി ജനിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നത്തെ ക്രിസ്തീയ ജീവിതം പലരും ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ പോകുന്നു, മറ്റ് ദിവസങ്ങളെല്ലാം എല്ലാവരും ബിസിയാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് കൊണ്ടോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വേദപുസ്തകം വായിച്ചത് കൊണ്ടോ അതൊരു പൂർണ്ണതയിലേക്ക് വരുന്നില്ല എന്നുള്ളത് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നെല്ലാവർക്കും തിരക്കാം. ഒരു പ്രസംഗം അല്പസമയം ഇരുന്ന് കേൾക്കാൻ സമയമില്ല, വേദപുസ്തകം വായിക്കാൻ സമയമില്ല. അപ്പോൾ എല്ലാം വളരെ തിരക്കായതുകൊണ്ട് ആരും വേദപുസ്തകം ശരിക്ക് പഠിക്കാത്തത് കൊണ്ടും ചിലർ പഠിപ്പിക്കാത്തത് കൊണ്ടും പലർക്കും ആ സത്യം അറിയുന്നില്ല. വീണ്ടും ജനനത്തിൽ നിന്ന് ഒരു ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നു. വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ ശിശുവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, ജഡത്തിൽ ജനിച്ചത് ജഡവും ആത്മാവിൽ ജനിച്ചത് ആത്മാവും. ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ചു, പുതിയ സൃഷ്ടിയായി, ഒരു കുഞ്ഞ്. ആ പുതിയ കുഞ്ഞ് എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, വചനത്താൽ ജനിച്ചവൻ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ തൻ്റെ മക്കളാകുവാൻ അധികാരം കൊടുത്തു. അവ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ ഒന്നാമത് വിഷയം ദൈവത്തിൽ വീണ്ടും ജനനം പ്രാപിക്കുക. അങ്ങനെ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം ഒഴിഞ്ഞുപോയി, എല്ലാം പുതിയതായി. എല്ലാം പുതിയതായ പുതിയ അനുഭവം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അതിൻ്റെ 4-ാം വാക്യത്തിൽ, അങ്ങനെ നാം അവൻ്റെ മരണത്തിൻ പങ്കാളികളായിരുന്ന് അവൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് സ്നാനത്താൽ യേശു ക്രിസ്തുവോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചവരുടെ നിന്നും പിതാവിൻ്റെ മഹത്വത്തോടെ എഴുന്നേറ്റതുപോലെ നാമും ഒരു ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അതുപോലെ തന്നെ എഫേസ്യർ 4:23 ആത്മാവിൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ. അപ്പോൾ വീണ്ടും ജനനം, ക്രിസ്തുവിൽ ഒരു പുതിയ ശിശുവായി, പുതിയ മനുഷ്യനായി, പുതിയ ആത്മാവിനെ പ്രാപിച്ചു, പുതിയ ജീവൻ. വീണ്ടും ജനനത്താൽ ഇങ്ങനെ ഒരു വിഷയം മനുഷ്യനിലുണ്ടാകും. അവൻ പുതിയ മനുഷ്യനായി, പുതിയ സൃഷ്ടിയായി, പുതിയ ആത്മാവിനെ പ്രാപിച്ചു, പുതിയ ജീവിതം. അവനെല്ലാം പുതിയതാണ്. പഴയതെല്ലാം ഒഴിഞ്ഞുപോയി,
അവനൊരു പുതിയ മനുഷ്യനാണ്. അപ്പോൾ ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തല 2:47 നമ്മൾ വായിക്കുന്നു, രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തു. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയോട് ചേർത്തു. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സഭയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. സഭയുടെ ശുശ്രൂഷയും ശുശ്രൂഷകന്മാരെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ സുവിശേഷകരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേശികളായി, ഇങ്ങനെ 5 വിധമായ ശുശ്രൂഷകൾ സഭയ്ക്കകത്ത് വെച്ചു. അതെന്തിന്? അത് നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാനും സഭയുടെ ആത്മീക വർധനയ്ക്കും ക്രിസ്തു എന്ന തലയോളം നാം വളരേണ്ടതിന്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിക്കുക. രണ്ടാമത്, ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ച എല്ലാവരും ആത്മീകമായി വളരണം. ആത്മീകമായി വളർച്ച ഇല്ല എങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരു ഗുണമുണ്ടെന്ന് വേദപുസ്തകത്തിലില്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലെ അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷിച്ചവനല്ല. പിതാവ് നിശ്ചയിച്ച കാലം വരെ അവൻ ഗ്രഹവിചാരകന്മാർക്കും ദാസന്മാർക്കും കീഴടങ്ങിയിരിക്കണം. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിലെ വളരാതെ ഇരിക്കുന്ന അനുഭവം ഒരിക്കലും ഒരു വിശേഷിച്ച അനുഭവമല്ല. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്ക് ലേഖനം 3-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങളോട് ആത്മീകരെന്ന പോലെ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ജഡിയന്മാരും ശിശുക്കളെപ്പോലെയല്ലയോ? ആമേൻ, സ്തോത്രം. അവിടെ വളരാതിരിക്കുന്ന ശിശുവെ പോലെ ഇരിക്കുന്ന വിശ്വാസികളെ നോക്കി നിങ്ങൾ ജഡിയന്മാരായിരിക്കുന്നു. അവരുടെ ഇടയിൽ തർക്കവും പിണക്കമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശിശു എന്ന അവസ്ഥയില്ലാതെ വളരുക. ആമേൻ. എബ്രായ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യം 13-ഉം 14-ഉം വാക്യം വായിക്കുമ്പോൾ, പാല് കുടിക്കുന്നവൻ ശിശു അത്രയേ, നീതിയുടെ വചനത്തിൽ അവന് പരിചയമില്ല. മേലായിട്ടുള്ള വാക്യങ്ങൾ വായിച്ച് ആഴമായുള്ള ആത്മീക സത്യങ്ങൾ അറിയാതെ വളരാതെ ഇരിക്കുന്ന അനുഭവങ്ങൾ ശിശുവാണ് എന്ന് വേദപുസ്തകം പറയും. അപ്പോൾ 1, ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിക്കുക. 2, വളരുന്ന അനുഭവം നമുക്കുണ്ടാകണം. ആത്മീകമായി വളരുവാൻ തിരുവെഴുത്ത് നന്നായി പഠിക്കുക. 1 പത്രോസ് 2-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ രക്ഷയ്ക്കായി വളരുവാൻ ആമേൻ മായമില്ലാത്ത ജ്ഞാനപ്പാൽ കുടിക്കുക, വചനമെന്ന ജ്ഞാനപ്പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേൻ. വചനം നന്നായി പഠിക്കുക, ആത്മീകമായി വളരുക. നമ്മുടെ വളർച്ചയ്ക്കായിട്ടാണ് സഭ ശുശ്രൂഷകൾ. ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ക്രിസ്തു യേശുവിൽ വളരുവാൻ ഒരു നല്ല സാഹചര്യം, നല്ലൊരു അന്തരീക്ഷമാണ് സഭ ആയിരിക്കണം. ക്രിസ്തുവിൽ വളരണം. അപ്പോൾ വീണ്ടും ജനനം, അതിനുശേഷം വളരുക. 3-ാമത്, എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം പറയുന്നു, ഒടുവിൽ സഹോദരന്മാരെ കർത്താവിലും അവൻ്റെ അമൃത ബലത്തിലും ശക്തിപ്പെടുക. ആമേൻ. കർത്താവിലും അവൻ്റെ അമൃത ബലത്തിലും ശക്തിപ്പെടുക. എന്തിന്? ഈ ലോകത്തിൽ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിനാണ്. ഈ ലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് കർത്താവിലും അവൻ്റെ അമൃത ബലത്തിലും ശക്തിപ്പെടുക. അപ്പോൾ ശക്തിപ്പെട്ടാൽ മാത്രമേ ഈ ലോകത്തിൽ പിശാചിനെ ജയിച്ച് ഒരു ക്രിസ്തീയ ജീവിതം, ഒരു ജയജീവിയും ഒരു വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയും. അപ്പോൾ 1, വീണ്ടും ജനനം, 2, വളരുക,
മൂന്നാമത് ശക്തി പ്രാപിക്കുക. നാലാമത്തെ വിഷയം എന്നുള്ളത് പൂർണ്ണത പ്രാപിക്കുക എന്നാണ്. നമ്മൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 48-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരാകുക. വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളിലും പൂർണ്ണതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ, 12, 13, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട നിങ്ങൾക്ക് വീണ്ടും ആദിപാഠം തന്നെ പഠിപ്പിക്കേണ്ടതായിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞ്, പാല് കുടിക്കുന്നവൻ ശിശുവല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 6-ാം അധ്യായത്തിൽ, എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദി പാഠങ്ങൾ വിട്ട് പരിജ്ഞാനം പൂർത്തി പ്രാപിപ്പാൻ, പൂർണ്ണരാകുവാൻ സ്തോത്രം ശ്രമിക്കുക എന്നുള്ളതാണ്. ശ്രമിക്കുക, പൂർണ്ണരാകുവാൻ ശ്രമിക്കുക. തമിഴിൽ പൂർണ്ണരാക കടന്നു പോവമാക, നമ്മൾ നിൽക്കുന്ന ആ സ്റ്റേജ് വിട്ട് മുമ്പോട്ട് പോകണമെന്നാണ്. അപ്പോൾ പൂർണ്ണരാകുക. അപ്പോൾ 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1, വീണ്ടും ജനനം. 2, വളരുന്നത്. 3, ശക്തി പ്രാപിക്കുന്നത്. 4, പൂർണ്ണത പ്രാപിക്കുക. ഈ 4 അനുഭവങ്ങൾ ഒന്നിൻ്റെ പുറകെ ഒന്ന്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ പുരോഹിതി നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ നമ്മൾ പള്ളിയിൽ പോയി ആരാധിച്ചു, അന്നത്തെ അത് തീർന്നു, അങ്ങനെ സമാധാനപ്പെടുകയല്ല. ക്രിസ്തീയ ജീവിതത്തിലെ അതിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക. വീണ്ടും ജനനത്തിൽ ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയാൽ ആ പൂർണ്ണത വരെയും വീണ്ടും ജനനം, വളരുക, ശക്തി പ്രാപിക്കുക, പൂർണ്ണരാകുക. ഇത് വേദപുസ്തകത്തിലെ അവിടെയായി പറഞ്ഞിരിക്കുന്ന സത്യങ്ങളാണ്. ഈ ഒരു കാഴ്ചപ്പാടോട് ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കണം. ദൈവവചനം നന്നായി വായിക്കുകയും സഭായോഗങ്ങൾ മുടങ്ങാതെ എല്ലാ സഭായോഗങ്ങളിൽ കടന്നുപോയി സഭയോട്, ശുശ്രൂഷകന്മാരോട് നല്ലൊരു കൂട്ടായ്മയോടിരുന്ന് ഐക്യതയും സ്നേഹത്തിൽ തികഞ്ഞ സ്നേഹവുമുള്ളവരായി ആത്മീക ശുശ്രൂഷ നന്നായി അനുഭവിച്ച് ആത്മീകമായി വളരാൻ ശ്രമിക്കുക. പേര് ക്രിസ്ത്യാനികളെ പോലെ വെറുതെ പള്ളിയിൽ പോയി ഇരുന്നിട്ട് കാര്യമില്ല. ഈ 4 അനുഭവങ്ങളും നമുക്ക് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരണം. സ്തോത്രം. വീണ്ടും ജനനം പ്രാപിക്കാത്തവർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച വീണ്ടും ജനനം പ്രാപിക്കുക. വീണ്ടും ജനനം പ്രാപിച്ചവർ ശിശുവാണ്. അവരുടെ ലോകം, ആത്മീക ലോകം പുതിയതാണ്. അവർക്കെല്ലാം പുതിയതാണ്. പുതിയതായി ജനിച്ചവർ പുതിയ കാര്യങ്ങളെ പഠിക്കണം, ആത്മീക വിഷയങ്ങളെ പഠിക്കണം. അത് നല്ല അനുഭവമുള്ള ഒരു ശുശ്രൂഷകൻ്റെ കീഴിൽ പഠിക്കണം. ദൈവവചനം വായിക്കുന്നത് വേറെ, പഠിക്കുന്നത് വേറെ. ഒരു ശുശ്രൂഷകന് മാത്രമേ ആത്മീക മർമ്മങ്ങളെ സഭയ്ക്ക് അറിയിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും അതാണ്. അപ്പോൾ ഒരു ശുശ്രൂഷകനിൽ നിന്ന് ദൈവവചനം പഠിക്കുകയും ആത്മീകമായി വളരുകയും ചെയ്യുക. സ്തോത്രം. അതുപോലെ തന്നെ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ശക്തിപ്പെട്ടാൽ മാത്രമേ ഒരു വിശുദ്ധ ജീവിതം ഭൂമിയിൽ നയിക്കുവാൻ കഴിയത്തുള്ളൂ, പിശാചിനെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ, ലോകമോഹത്തെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടാത്തവർ ഈ ലോകത്തിന് അധീനരായി തീർന്നു. ആത്മീക ഫലങ്ങളില്ലാത്തവരായി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെ പോകാതിരിപ്പാൻ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടുവാനിടയാകണം. അതിനുശേഷം കർത്താവിൽ നിങ്ങൾ പൂർണ്ണരാകാൻ ശ്രമിക്കുക. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. ആ പൂർണ്ണതയിലേക്ക് പോകണമെന്ന് ദൈവവചനങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ 4 കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. വീണ്ടും ജനനം, വളരുക, ശക്തി പ്രാപിക്കുക, പൂർണ്ണത പ്രാപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ
ഈ അനുഭവമുണ്ടോ? ചിന്തിക്കുക. ദൈവവചനം ആമേ സ്തോത്രം നമ്മെ പഠിപ്പിക്കുന്ന ഈ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.